ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈനൽ ഫിക്സ്. എൻ്റെ പേര് ഇക്ബാൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെയേഴ്സിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെയർ മാസ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ലെയർ ഇവിടെ കാണും. അപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ടാണ് ഓപ്പൺ ആവുക. ഞാൻ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ലോക്ക് സിമ്പിൾ കാണാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണെന്ന് മനസ്സിലാക്കാനും അതുപോലെ ഒരു ഫിക്സ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനാണ് ഈ ഒരു ലോക്ക്. അപ്പോൾ ഇത് നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റൂല. ഈ മൂവ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂവ് ചെയ്യാനൊന്നും പറ്റൂല. ഒരു ഫിക്സ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് അവിടെ തന്നെ നിൽക്കും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു ലോക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ലെയറിൽ പോവുക, എന്നിട്ട് ജസ്റ്റ് ആ ന്യൂവിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ ഇപ്പുറത്ത് കാണാം ബാക്ക്ഗ്രൗണ്ട് ഫ്രം ലെയർ എന്നുള്ളത്. ഏത് ലെയർ ആണോ സെലക്ട് ചെയ്തത് ആ ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറും. ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫ്രം ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, ഇതിലേക്ക് എങ്ങനെയാണ് വേറൊരു ഫോട്ടോ കൊണ്ടുവരിക എന്നുള്ളത്. വേറെ ഫോട്ടോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഫോട്ടോ എങ്ങനെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഫയലിൽ പോവുക. ഫയൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ പ്ലേസ് എംബെഡഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്ലേസ് എന്ന് മാത്രം ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡേഴ്സിലേക്ക് പോകും. എവിടെയാണോ നമ്മുടെ ഫോട്ടോ സേവ് ചെയ്തത് എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ വരും. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഫോൾഡർ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡറിൽ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോട്ടോ നമുക്ക് കറക്റ്റ് സൈസിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഫോട്ടോ ഒരു സെലക്ഷനോട് കൂടിയായിരിക്കും വരും. അത് കറക്റ്റ് പ്ലേസ് ചെയ്തതിനു ശേഷം പ്ലേസ് ചെയ്യാനായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്കോ അല്ലെങ്കിൽ എൻട്രോ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവരുന്ന ഇമേജിന്റെ ലെയർ നോക്കുകയാണെങ്കിൽ അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതിന്റെ ഒരു ഐക്കൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ് ഇത്. അപ്പൊ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ഉപകാരം എന്താണെന്നുള്ളത് ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയൊരു വീഡിയോ ആണ്, അതിന്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്കിനെ കുറിച്ചാണ്. ഓക്കെ, അതിന് മുന്നേ ഈ ഒരു ലെയറിനെ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് മോഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനത് മാസ്ക് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും അത് ബ്ലെൻഡിങ് മോഡ് കൊടുക്കാം. ആ ഒരു മാസ്കിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ കൊടുത്തു. ഇനി വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ലെയറിന്റെ ഒപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് മാസ്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ മാസ്കിന്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ലെയർ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലെയറിന് ഒരു വൈറ്റ് തംബ്നെയിൽ കൂടെ വന്നിട്ടുണ്ടാവും. അതാണ് മാസ്കിന്റെ തംബ്നെയിൽ. അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി അതിനൊരു മാസ്ക് ഉണ്ടാവും. ഡിഫോൾട്ട് ആയിട്ട് അതിന് മാസ്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി മാസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി. Ctrl+Z കൊടുത്താൽ അത് അൺഡു ആയിക്കോളും. ഇനി എന്താണ് മാസ്ക് എന്ന് പറയാം. മാസ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ സാധാരണ മാസ്ക് എന്തിനാ ഉപയോഗിക്കുന്നത് മുഖമൊക്കെ മറയ്ക്കാനൊക്കെ അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയറിലുള്ളത് എന്താണോ അതിനെ മറച്ചു പിടിക്കാനും പിന്നെ ഷോ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസ്ക് ഉപയോഗിക്കുന്നത്. മാസ്കിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കളേഴ്സാണ് ഉപയോഗിക്കുള്ളൂ, ബ്ലാക്കും പിന്നെ വൈറ്റും. വേറെ ഏത് കളർ ഉപയോഗിച്ചാലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അപ്ലൈ ആവുക. വൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലെയറിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് കാണാൻ പറ്റും. ഇനി ആ ലെയർ മാസ്കിൽ ബ്ലാക്ക് കളറാണ് ഉള്ളതെങ്കിൽ ആ ലെയറിലുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ വർക്ക് ആവും നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബ്രഷ് ടൂൾ എടുത്തു. ഇഷ്ടമുള്ള ബ്രഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹാർഡ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ബ്ലാക്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ കളർ പ്ലേറ്റിൽ വന്ന് നോക്കിയാൽ മേലെ കാണുന്ന കളർ ഫോർഗ്രൗണ്ട് കളറും താഴെ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറുമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തെ കളർ മേലോട്ടും മേലത്തെ കളർ താഴോട്ടും പോകും. ഇനി ഇത് രണ്ടും വേറെ കളറാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആക്കാനായിട്ട് അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു പ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ബ്ലാക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. ഇനി ഒരു മാസ്ക് ലെയർ സെലക്ട് ചെയ്യുക. ഈ ലെയറിന്റെ ഒരു മാസ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ മാസ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കൊണ്ട് നമ്മൾ ആ ലെയറിന്റെ മാസ്കിൽ ഡ്രോ ചെയ്തപ്പോൾ ബ്ലാക്ക് അപ്ലൈ ആയ ഭാഗത്ത് ആ ടെക്സ്ചർ, അതായത് ആ ലെയറിലുള്ള ടെക്സ്ചർ കാണാനില്ല അല്ലേ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അത് അവിടെ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷ് ടൂളിൽ വൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വൈറ്റിൽ ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് എന്തിനാണ് ഈ എറേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലാതെ എറേസ് ചെയ്യാലോ. അപ്പോൾ ഈ മാസ്ക് വെച്ചിട്ട് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ മാസ്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. മാസ്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് മാസ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് മാസ്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ നേരിട്ട് എറേസ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഒഴിവാക്കണം. സ്മാർട്ട് ഒബ്ജക്റ്റ് ഒഴിവാക്കാനായിട്ട് ആ ഒരു ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റെസ്റ്ററൈസ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് നോർമൽ ലെയർ ആയിട്ട് മാറും. ഓക്കെ, ഇനി എറേസർ ടൂൾ സെലക്ട് ചെയ്യുന്നു.
എന്നിട്ട് ജസ്റ്റ് എറേസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് എറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എറേസ് ചെയ്തെന്ന് വെച്ചോ. ഇങ്ങനെ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതെങ്കിലും ഭാഗം തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അൺഡു ചെയ്യാനേ പറ്റുള്ളൂ. അൺഡു ചെയ്തു, പക്ഷേ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കുറേ സ്റ്റെപ്സ് കഴിഞ്ഞ് പോയിട്ടാണ് നമ്മളിത് തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അൺഡു ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് കുറേ അൺഡു ചെയ്തിട്ടുണ്ടാകും, കുറേ എഡിറ്റിങ്ങും കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അപ്പം ഇത്ര ബാക്ക് അടിച്ച് നമുക്ക് അൺഡു ചെയ്യാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല, ഇനി ചെയ്യാൻ പറ്റിയാലും എത്രയോ ചെയ്ത സ്റ്റെപ്സൊക്കെ വീണ്ടും അൺഡു അടിച്ച് വരേണ്ടി വരും. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മാസ്ക് കൊടുക്കുന്നത്. മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര എഡിറ്റിംഗ് കഴിഞ്ഞ് പോയാലും ഈ മാസ്കിനെ നമ്മൾ മെർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വീണ്ടും വൈറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും, തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, റീഡു ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. റീഡു ചെയ്യാനായിട്ട് Ctrl+Shift+Z ക്ലിക്ക് ചെയ്താൽ മതി. Ctrl+Shift+Z. ഈ മാസ്ക് ലെയർ നമുക്ക് ഒന്നും കൂടി വലുതായി വിസിബിളായിട്ട് കാണാനായിട്ട് Alt പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു മാസ്ക് ലെയർ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഇമേജിന്റെ മേലെ നമുക്ക് കാണാം എവിടെയാണ് ഈ മാസ്ക് വന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് എന്ന്. വീണ്ടും Alt ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഈ മാസ്കിൽ ടോട്ടലി വൈറ്റ് ആണ്. ഈ മാസ്കിലെ കളർ ഫുൾ ബ്ലാക്ക് ആക്കാനായിട്ട് Ctrl+I ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു മാസ്ക് ഇൻവേർട്ട് ആയിക്കോളും. അപ്പോൾ അവിടെ ഫുൾ ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു സംഭവമൊക്കെ ഹൈഡ് ആയിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ കളർ ഷിഫ്റ്റ് ചെയ്യുക, വൈറ്റിലേക്ക് മാറ്റുക, എന്നിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുക. കളർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കീബോർഡിൽ X ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിലേക്ക് വേറൊരു കളർ അപ്ലൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ മാറ്റിയിട്ട് നോർമലിലേക്ക് മാറ്റുന്നു. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഞാനിവിടെ വൈറ്റ് ഒരു ഗ്രേ കളറാക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഗ്രേ കളർ ഒന്ന് ഈ മാസ്കിൽ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. ബ്രഷ് സെലക്ട് ചെയ്തു, ഞാൻ ഗ്രേ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്തു. ഓക്കെ, ഇവിടെ ബ്രഷിന്റെ ഫ്ലോ 100ൽ കൊടുത്തു. ഗ്രേ കൊടുത്തപ്പോൾ ഫുള്ളായിട്ട് മാഞ്ഞു പോയിട്ടില്ല, അതായത് ഫുള്ളായിട്ട് ഹൈഡ് ആയിട്ടില്ല, പകുതി ഹൈഡ് ആയിട്ടുള്ളൂ. പകുതി നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ കളർ സെലക്ട് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ കളർ ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ലെയറിന്റെ മാസ്കിലാണ്. അപ്പോൾ മാസ്കിൽ എങ്ങനെയായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കളറിന്റെ ഗ്രേ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ടെക്സ്ചറിനെ നമുക്ക് ആ ഒരു ജനലിന്റെ പുറത്തോട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ലെയർ ഓഫ് ചെയ്ത് വെക്കും. ടെക്സ്ചറിന്റെ ലെയർ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ജനൽ മാത്രം നമുക്ക് സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. സെലക്ട് ആവാത്ത ഭാഗം ഒന്ന് സൂം ചെയ്തതിനു ശേഷം ലേസോ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെയറിനെ നമുക്ക് ഓൺ ചെയ്യാം. എന്നിട്ട് ടെക്സ്ചർ ലെയറിനെ ഓൺ ചെയ്തതിനു ശേഷം മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് ടൂളിൽ ഹാർഡ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്യുക. ഏത് ബ്രഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഹാർഡ് റൗണ്ട് എടുത്തു. എന്നിട്ട് ബ്ലാക്ക്, ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് ആ സെലക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമാണ് ഹൈഡ് ആയി പോയിട്ടുള്ളത്, അതായത് മാസ്കിൽ അപ്ലൈ ആയിട്ടുള്ളത്. Ctrl+D ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ഷന് അവിടുന്ന് പൊയ്ക്കോളും. ഇപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ സൈഡൊക്കെ കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും വൈറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ലേയേഴ്സിന് മാസ്ക് കൊടുക്കുന്നത്. ഇതാണ് മാസ്കിൻ്റെ ഒരു ഉപയോഗം.